കൊല്ലം അഞ്ചലിൽ രാസലഹരി വേട്ടയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ്. അമ്മയും മകനും സുഹൃത്തും ഉൾപ്പെടെ 3 പേരെയാണ് അഞ്ചൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ ആകെ എണ്ണം 6 ആയി. അലയമൺ കണ്ണംകോട് സ്വദേശി ലീന ജേക്കബ്, മകൻ റൊണാക് സജു ജോർജ്, സുഹൃത്ത് ആകാശ് എന്നിവരാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. കഴിഞ്ഞ നവംബർ മാസത്തിൽ അഞ്ചൽ ബൈപ്പാസിൽ നടന്ന MDMA വേട്ടയുമായി ബന്ധപ്പെട്ടാണ് പോലീസ് നടപടി. അന്ന് 84 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായിരുന്നു. കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ പ്രദീപ് ചന്ദ്രനെ ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ലീന ഉൾപ്പെടെ 3 പേരെ കുറിച്ച് പോലീസിന് വിവരം ലഭിച്ചത്. തുടർന്ന് 3 പേരെയും കസ്റ്റഡിയിലെടുത്തു. പ്രദീപിന് MDMA കടത്താൻ സാമ്പത്തിക സഹായം ചെയ്തതും ഒളിവിൽ കഴിയുവാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി നൽകിയതും ലീനയാണ്. മാത്രമല്ല, പ്രതികളുടെ മയക്കുമരുന്ന് ഇടപാടിനെ കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലീനയ്ക്ക് അറിയാമായിരുന്നു. ബംഗളൂരുവിൽ അനസ്തേഷ്യ ടെക്നീഷ്യൻ വിദ്യാർത്ഥിയായ ലീനയുടെ മകൻ റോണക്കാണ് പ്രധാന ഇടനിലക്കാരനെന്നും പോലീസ് പറയുന്നു. 25/11/2024 തീയതി 86 ഗ്രാം MDMAയുമായി 2 പേരെ പിടിക്കുകയും അന്ന് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രതികൾ അതിൽ ഉൾപ്പെട്ടതായി ഞങ്ങൾക്ക് വിവരം ലഭിക്കുകയാണ്. അവരെ നിരീക്ഷിച്ചു വരികയും കഴിഞ്ഞ 2 ദിവസമായി അതിലൊരു 4 പേരെ പ്രദീപ്, ലീന, റോണക്, ആകാശ് എന്നിവരെ ഇന്നലെയും മലയാളമായി 2 ദിവസമായി അറസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർക്ക് 4 പേർക്കും ഈ കേസുമായി ബന്ധപ്പെട്ട് വ്യക്തമായി അറിവുണ്ടായിരുന്നു, അയാൾക്ക് പങ്കുണ്ടായിരുന്നു. ഈ ലീന എന്ന് പറയുന്ന സ്ത്രീ ഈ പ്രതികൾക്ക് വേണ്ടി ഫണ്ട് അതിനകത്ത് അവൈലബിൾ ആക്കുകയും അവർക്ക് ഒളിവിൽ താമസിക്കാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. റോണക്കിന്റെ സുഹൃത്തായ ആകാശ് മയക്കുമരുന്ന് കടത്താൻ കൂട്ടുനിന്നുവെന്നും പോലീസ് കണ്ടെത്തി. റോണക്കിനെതിരെ കഞ്ചാവ് കൈവശം വച്ചതിന് അഞ്ചൽ എക്സൈസ് സംഘം മുമ്പ് കേസെടുത്തിട്ടുണ്ട്. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ ദൃശ്യങ്ങൾ പകർത്താൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകർക്ക് നേരെ കയ്യേറ്റ ശ്രമവും ഭീഷണിയും ഉണ്ടായി. 3 പ്രതികളെയും പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കേസിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്നത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജനം, കൊല്ലം.